മുട്ടയിൽ അറബി മന്ത്രം, തേനിലും വെള്ളത്തിലും മന്ത്രമോതി കൊടുക്കും. ചുവരിൽ വ്യാജ സർട്ടിഫിക്കറ്റ്. കാസർകോട് ഉസ്താദ് പിടിയിൽ. കാസർകോട് ചെർക്കളയിൽ നിന്നാണ് വളരെ വിചിത്രമായ ഒരു വാർത്ത പുറത്തു വരുന്നത്. ചെർക്കളയിൽ മതത്തിന്റെ മറവിൽ വ്യാജ ചികിത്സയും ആഭിചാര ക്രിയകളും നടത്തുന്നു എന്ന പരാതിയിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ പാടി സ്വദേശിയായ ഉസ്താദ് ശിഹാബുദ്ദീൻ ഫൈസി പിടിയിലായിരിക്കുന്നു. ഇയാളുടെ വീട്ടിൽ വിദ്യാനഗർ പോലീസും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സംയുക്തമായി പരിശോധന നടത്തുകയാണ്. ഇന്ന് രാവിലെ 8 മണി മുതലാണ് പരിശോധന തുടങ്ങിയത്. ദാറുൽ അമാൻ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിലായിരുന്നു പരിശോധന. രോഗശാന്തിക്ക് എത്തുന്നവർക്ക് മന്ത്രമോദിയ വെള്ളവും തേനും മറ്റുമാണ് ഇവിടെ പ്രധാനമായും നൽകിയത് എന്നതാണ് പോലീസിനോട് ഉസ്താദ് വ്യക്തമാക്കുന്നത്. ആളുകളുടെ വിശ്വാസത്തെ മുതലെടുത്താണ് ഇയാൾ ഇത്തരം ക്രിയകൾ നടത്തിയിരുന്നത് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ച പരാതിയെ തുടർന്നായിരുന്നു പോലീസിന്റെ സത്വര നടപടി. നാട്ടുകാരിൽ ചിലർ നൽകിയ പരാതി വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു. തുടർന്ന് ഡ്രഗ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും സംഘടിപ്പിച്ചാണ് പോലീസ് ഉസ്താദിന്റെ വീട്ടിലെത്തിയത്. പരിശോധനയുടെ തുടക്കത്തിൽ വീടിന്റെ ചുവരിൽ തൂക്കിയിരുന്ന വ്യാജ സർട്ടിഫിക്കറ്റ് ആയിരുന്നു ഉദ്യോഗസ്ഥരെ എതിരേറ്റത്. വെറും ഒരാഴ്ച മാത്രം നീണ്ടുനിന്ന ഒരു വെൽനസ് കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കാട്ടിയാണ് ഇയാൾ ചികിത്സ നടത്തിയിരുന്നത്. എന്നാൽ ഈ കോഴ്സിൽ താൻ പൂർണ്ണമായിട്ടും പങ്കെടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ ഉസ്താദ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. മന്ത്രം ജപിച്ച് തേനും വെള്ളവും നൽകാൻ ഉപയോഗിച്ചിരുന്ന 100 കണക്കിന് പ്ലാസ്റ്റിക് ബോട്ടിലുകളും കുപ്പികളും വീടിനുള്ളിൽ നിന്നും പോലീസ് കണ്ടെടുത്തിരിക്കുന്നു. പ്ലാസ്റ്റിക് കുപ്പികൾ 2-3 വലിയ ബണ്ടിലുകളായിട്ടാണ് സൂക്ഷിച്ചിരുന്നത്. പുറത്തുനിന്നും കൊണ്ടുവന്ന മുട്ടകളിൽ അറബി മാന്ത്രിക ലിപികളിൽ എഴുതി നൽകുന്ന രീതിയും ഇവിടെ നിലനിന്നിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇത്തരം ക്രിയകൾ ശാസ്ത്രീയമല്ല എന്നും വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നുമാണ് ഉസ്താദ് ഇപ്പോൾ പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നത്. ചികിത്സയ്ക്കെത്തുന്ന ആളുകളുടെ വിവരങ്ങൾ അടങ്ങിയ ഡയറികളും റെയ്ഡിൽ കിട്ടിയിട്ടുണ്ട്. പേരും അസുഖ വിവരവുമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ചില ഭാഗങ്ങളിൽ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സഹോദരി എന്നിങ്ങനെയുള്ള കുറിപ്പുകളും പോലീസ് കണ്ടെത്തി. സംഭാവന നൽകുന്നവരുടെ വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പണമിടപാടുകൾ നടത്താൻ QR കോഡ് അടങ്ങിയ ബോർഡുകളുമുണ്ട്. ചികിത്സാ ഫീസായും ആത്മീയ കേന്ദ്രങ്ങളിലേക്കുള്ള സംഭാവനയായും ആളുകളിൽ നിന്നും ഇയാൾ പണം വാങ്ങിയിരുന്നു എന്നും പോലീസ് കരുതുന്നു. ഈ കെട്ടിടത്തിലെ CCTV ദൃശ്യങ്ങളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ പരിശോധന പുരോഗമിക്കുകയാണ്. ഇതിനുശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കാൻ സാധിക്കൂ എന്നാണ് പോലീസ് പറയുന്നത്.